ആ നിലക്കുള്ള മഹത്തുക്കൾ. അവിടെ നിന്നിങ്ങോട്ട് ആ 40 മുഷാവറാംഗങ്ങളിൽ ഏറ്റവും ചെറിയവർ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരായിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ വറഉം അവരുടെ സൂക്ഷ്മതയും അവരുടെ ആത്മാർത്ഥതയും അവരുടെ അഗാധ പാണ്ഡിത്യമൊക്കെ അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾ, പ്രായം ചെന്ന ആളുകളൊക്കെ. ചെറുപ്പക്കാർക്ക് ഒരു പക്ഷെ അറിയില്ലായിരിക്കാം. ആ നിലക്കുള്ള മഹത്തുക്കൾ ഈ വിശ്വാസത്തിന്റെ ആ സംരക്ഷണത്തിന് വേണ്ടി മാത്രം അത് രൂപീകരിച്ചു. എന്നാ അവർക്ക് പ്രയാസം ഉണ്ടായില്ലേ? വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇത്ര വലിയ മഹാനായിട്ട് പ്രയാസം ഉണ്ടായില്ലേ? കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഇത്ര വലിയ മഹാനായിട്ട് പ്രയാസം ഉണ്ടായില്ലേ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇത്ര വലിയ മഹാത്ഭുതമായിട്ട് അതുപോലത്തെ ഒരു മനുഷ്യൻ ബഹുമാനപ്പെട്ട നാട്ടിക മൂസ മുസ്ലിയാർ ഒരിക്കൽ ദുബൈയിൽ വന്നപ്പോൾ ഒരു പ്രസംഗം നടത്തുന്നത് ഞാൻ കേൾക്കുകയാണ്. ഞാനൊക്കെ ഓഡിയൻസ് ആയിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഓരോ അന്ന് സമസ്തയിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞത്, ഇന്ന് ഈ സമസ്തക്ക് നേതൃത്വം നൽകുന്നത് കണ്ണിയത്ത് ഉസ്താദാണ്. അവരുടെ മഹത്വം പറഞ്ഞിട്ട് രണ്ടാമത് പറഞ്ഞു, അതിൻ്റെ കാര്യദർശി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയാണ്, ഇ.കെ. അബൂബക്കർ മുസ്ലിയാരാണ്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് തുല്യമായ ഒരു മനുഷ്യൻ ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. ലോകത്തുണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല. ഇന്ത്യയിൽ അതിന് തുല്യമായ ഒരു മനുഷ്യൻ ജീവിച്ചിട്ടില്ല എന്ന്. ഒരു പണ്ഡിതനാണ് പണ്ഡിതന്റെ വില അറിയുള്ളൂ. ആ നിലക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ വിലയിരുത്തിയ ആ മഹാനായ ശംസുൽ ഉലമ ഇത്രയും വലിയ മഹാനായിരുന്നിട്ടും താഖ അഹമ്മദ് മുസ്ലിയാർ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം ഇന്നും യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭ്യമാണ്.